ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ ടേസ്റ്റിയാണ്, എത്രയും വേഗത്തിൽ ചെയ്യാവുന്ന ഒരു ഉള്ളി സാമ്പാറാണ്. അത് ചെയ്യണമെങ്കിൽ വേറെ ഒരു വെജിറ്റബിളും വേണ്ട, ഉള്ളി, തക്കാളി, പിന്നെ മസാലപ്പൊടികൾ ഇതൊക്കെ മതിയിട്ടാ. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾ ഉള്ളി പരിപ്പ് കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണൊന്നുമില്ല, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഇത് തിളച്ച് പോകാണ്ടിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ മതിയിട്ടാ. ഇനി നമുക്ക് കുക്കർ മൂടി ഇത് ഒരടി അടിക്കാം. അതിന് ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി മസാലപ്പൊടികളിടാം. വളരെ എളുപ്പമാണ്. ഒരു വിസിലിന് നമ്മുടെ പരിപ്പ് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. പരിപ്പും ജീരകം, മഞ്ഞൾപ്പൊടിയും, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി അധികം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കിട്ടില്ല, അത് വെന്ത് കഴിഞ്ഞു പോകും. അതാണ് ആദ്യം പരിപ്പ് കൂടെ ഇടാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇടാം. ഒരു സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി. ഈ ഉള്ളി വെന്തിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. തക്കാളി വേണമെങ്കിൽ ഇപ്പോൾ ഇടാം. തക്കാളി ഇട്ട് പുളിവെള്ളം കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാം. ഉള്ളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഒരങ്ങി ഒഴിക്കാം. ബാക്കിയുള്ളത് എന്തോന്ന് പാകമാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ സാമ്പാറോടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് താളിക്കാം. ആദ്യം കടുകിട്ടു, രണ്ട് മണി ഉലുവ ഇട്ടു, മുളകും കറിവേപ്പില. മല്ലിയില ഇല്ല, ഇതിൽ മെയിനായിട്ട് ഉണ്ടത് മല്ലിയില കേട്ടോ. ഉള്ളി സാമ്പാറിൽ അതില്ല. ഒരു സ്പൂണ് കായപ്പൊടി, അപ്പം ഇതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉള്ളി സാമ്പാർ വയ്ക്കണത്. നമ്മുടെ വീട്ടിലൊന്നും ഇല്ലെങ്കിലും ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടാവില്ല ഒരു വീട്ടിൽ. ഉരുളൻകിഴങ്ങ് വേണമെങ്കിൽ ഇടാം. ഉരുളൻകിഴങ്ങ് ഉപ്പേരി വയ്ക്കാനായിട്ട് വെച്ചേക്കാം. ഒന്നുമില്ലെങ്കിലും പപ്പടം ഇതൊക്കെ നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാവണതാണ്. നമ്മളിങ്ങനെ വെച്ചാൽ സൂപ്പറാണ്. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക.